ഹായ് ഗൈസ്, യു ഗൈസ് വെച്ച് കേട്ടാൻ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഹാറാണി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഞാൻ കണ്ടു. ഇത് സത്യം പറഞ്ഞാൽ പക്ക കോമഡി മൂവിയാണ്. ലൈക്ക് ഫ്ലവേഴ്സിലൊക്കെ ചിലപ്പോൾ നമ്മൾ ടി വി ഷോസൊക്കെ ചിലതൊക്കെ കാണല്ലേ, നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി, ജഡ്ജസിനൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരു ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നു, അത് നമ്മൾ കണ്ടു ചിരിക്കുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ. കാരണം ഒട്ടും ഒരു ഇതൊന്നും ഉണ്ടായില്ല, ഇതൊക്കെ എന്താ അങ്ങനത്തെ ഒരു ഫീലൊക്കെ തോന്നും. പക്ഷെ ചിരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു സ്റ്റോറി ആയിട്ട് നോക്കും നമുക്ക് തോന്നും. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് മാർത്താണ്ഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. റൈറ്റിങ് രതീഷ് രവി. എന്താ ചെയ്ത്. പിന്നെ കാസ്റ്റിൽ റോഷൻ മാത്യു ഉണ്ട്. റോഷൻ മാത്യു ഭയങ്കര ബോറായിരുന്നു, ഒരു സുഖമില്ല ആൾക്ക്. എന്താ പറയുക, ആൾക്ക് കൊടുത്ത ക്യാരക്ടർ ആൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അത് വൃത്തിക്ക് ബോറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷൈൻ ടോൺ ചാക്കോ എങ്ങനെയാണോ അത് കാണിച്ചിട്ടുണ്ട്. ആൾക്ക് അധികം അഭിനയിക്കേണ്ട ആവശ്യമില്ല ഇതിൽ. കാരണം ആളെങ്ങനെയാണ് നിൽക്കുന്നത് ഈ ഇൻ്റർവ്യൂവിലൊക്കെ അല്ലേ, നമ്മളെ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന സംഭവങ്ങളില്ലേ, അങ്ങോട്ടോ വലിക്കുക, എന്താണ് എന്നിട്ട് അങ്ങനത്തെ ആ ഒരു സംഭവം തന്നെ ഇതിൽ കളിക്കുന്നുള്ളൂ. അതായത് ഇങ്ങനെ അഭിനയിക്കുന്നതായിട്ട് തോന്നൂല, അങ്ങനെ ലൈഫ് ഒന്ന് ജസ്റ്റ് കാണിക്കുന്നു, അത്ര പോലെ തോന്നുള്ളൂ. പിന്നെ ശ്രുതി ജയൻ, ജോണി ആൻ്റണീൻ്റെ കഴിഞ്ഞ പടം, അതായത് തൊട്ട മുന്നേ ഒരു പടം ഞാൻ കണ്ടിരുന്നു, തോൽവി എസ് സി എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ നീറ്റായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ ജാഫർ ഇടുക്കി, അങ്ങേരെ ഒരു ടൈപ്പ്. പിന്നെ പ്രമോദ് വെള്ളിയനാട്, അങ്ങേര് പറയുന്നത് മറ്റേ ഈ കിങ് ഓഫ് കൊത്തയിലൊക്കെ വിസിലടി വാങ്ങുമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതിലൊരു പോലീസ് ക്യാരക്ടറായിട്ടാണ് തോന്നുന്നു. പിന്നെ ഹരിശ്രീ അശോകൻ, ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് എനിക്ക് ആളെയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു ടൈപ്പില്ല. വേറൊരു എനിക്ക് ഇങ്ങനെ കംബാക്ക് എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആളുടെ മകനാണ് കുറച്ചും കൂടി, അർജുൻ അശോകനാണ് കുറച്ചും കൂടി അടിപൊളി പടം കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അങ്ങനെ കുറേ വെറുതെ ഇങ്ങനെ ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് രണ്ട് കുടുംബങ്ങളുടെ ഇടയിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവുന്നു. ആ ഇഷ്യൂവിൻ്റെ ഇടയിൽ നാട്ടുകാർ കയറി ഇടപെടുന്നു. ഈ എല്ലാം കൂടിയും വരുമ്പോൾ ഇങ്ങനെ അവിടെ ഒരു അടി നടക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി, അവിടെ അടിക്കുക, ഇവിടെ അടിക്കുക, അങ്ങോട്ടടിക്കുക. ഈ ഒരു അടി നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ മടുക്കുവടാ, ഭയങ്കരമായിട്ട് മടുക്കും. എന്താ അറിയില്ല, ഇങ്ങനെ ഭയങ്കര ഇതിങ്ങനെ കണ്ട് നമുക്ക് എന്തോ പോലെയാവും, ഭയങ്കര ഇങ്ങനെ സങ്കടമാവും, അയ്യോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു വീഡിയോ കോൾ ചെയ്യുമ്പോൾ, ഒരു കോൾ ചെയ്യുമ്പോൾ അത് ലൗഡ് സ്പീക്കറിലിട്ടിട്ട് അത് എത്ര ബാഡാണെന്ന് അറിഞ്ഞത് ഞാനിപ്പോഴാണ്. ഒരു കോൾ ലൗഡ് സ്പീക്കറിലിടുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ ഓരോന്നും കളിക്കുന്നതും എൻ്റെ പൊന്നളിയ എന്തൊരു ബാഡാണ്. കഴിഞ്ഞിട്ടൊരു കോളൊക്കെ വരുന്നുണ്ട്, ഓഫ് ഒരു കോളിൻ്റെ സീനാണ് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ടുള്ളത്. സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഞാനിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ളവർ ആരെങ്കിലും എന്തൊക്കെയാണ് ചിരിക്കണ്ടെന്നൊക്കെ. ലൈക്ക് കോമഡി നിങ്ങളിങ്ങനെ കുറേ ഒരു മണിക്കൂർ ഒരു സാധനം ഉണ്ടെങ്കിൽ 2-3 നിങ്ങൾക്ക് ചിരിക്കാം, അത് അഡ്ജസ്റ്റ് ചെയ്ത് ചിരിക്കാം, എങ്ങനെയെങ്കിലൊക്കെ ചിരിക്കാം. ചില പോർഷനൊക്കെ ലൈക്ക് അത് മാത്രം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷെ ചിരി വന്നു, മേ ബി ചിരിച്ചു പോകും, പറയാൻ പറ്റില്ല. പക്ഷേ ഇതിങ്ങനെ അതൊരു മൊത്തമായിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും ബാഡായിട്ട് കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇതിൽ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ഇതെല്ലാം ബാഡാണ്. പിന്നെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ചില സാധനങ്ങളുണ്ട്. ഇങ്ങനെ ഈ ഒരു വ്യക്തിക്ക് പണി കുടുങ്ങുമെന്ന് പറയുമ്പോൾ, ഇങ്ങനെ പണി ഉണ്ടാക്കുന്ന വല കുടുങ്ങുക എന്നൊക്കെ പറയും. നമ്മൾ തൃശ്ശൂരിലൊക്കെ ചിലപ്പോൾ വലടാവാണ് അങ്ങനെയൊക്കെ പറയും, ഇങ്ങനെ വല കുടുക എന്നൊക്കെ പറയും. അതേപോലെ ഒരു എട്ടുകാലിങ്ങനെ വല ഉണ്ടാക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു ഷോട്ടില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വല ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, ജസ്റ്റ് ഇങ്ങനെ ആ ഒരു സാധനം മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ ഈ എൻ്റയർ മൂവി കണ്ടിട്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊക്കെ ചിരിക്കാം. നമുക്കിപ്പോൾ ആ ഒരു പോർഷൻ മാത്രം വേണമെങ്കിൽ ഒരു സ്റ്റാറ്റസൊക്കെ എടുത്തിടാം, അങ്ങനത്തെ രീതിയിൽ കുറച്ചൊക്കെ, വളരെ കുറച്ചാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതത്ര അങ്ങനെ അങ്ങോട്ട് എല്ലാം കോമഡി ആയിട്ടോ പടം പല ഭാഗങ്ങളും എന്തോരു ബോറായിട്ട് തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ കുഴപ്പമാണോയെന്ന് എനിക്കറിയില്ല, പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെയോ ഇരുന്ന്, ഇത് സ്ക്രിപ്റ്റിൻ്റെ കുഴപ്പമാണ്. ലൈക്ക് അവർ പറഞ്ഞ പോലെ അഭിനയിച്ച പോലെ എനിക്ക് തോന്നിയത്. ഒരാളിങ്ങനെ അഭിനയം മോശമാക്കി, പുതിയ ആൾക്കാരൊക്കെ ഒരുവിധം മോശമാക്കിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കണ്ട കുറേ മുഖങ്ങൾ അവരുടെ രീതിയിൽ തന്നെ അഭിനയിച്ചു. അതായത് ഇവരോട് എന്താ പറഞ്ഞത് അത് അഭിനയിച്ച്, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു സ്ട്രോങ് അല്ല.
പണ്ടത്തെ ഈ കോമഡി പടങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുക, വീണ്ടും വീണ്ടും നമ്മൾ കണ്ടുപോകും പല പടങ്ങളാണെങ്കിലും. അധികം ബാക്കോട്ടൊന്നും പോകണ്ട, നമ്മൾ ആട് 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 2 അതൊക്കെ നമ്മൾ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും പിന്നെയും കണ്ടുപോകും. ഞാനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര, ഇപ്പോഴും ഞാൻ ചിലപ്പോൾ ഇരുന്ന് കാണും ചില സീനൊക്കെ. അങ്ങനത്തെ ഒരു സീനെങ്കിലും ഇതിലുണ്ടാവണമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ലാസ്റ്റിലേക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി മോനെ. ഞാൻ ഇങ്ങനെ കോമഡി എന്നൊക്കെ വിചാരിച്ചപ്പോൾ എന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള കാര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര ബോറായിപ്പോയി. ഈ മഹാറാണി എന്ന് പറയുന്നത് ആയിപ്പോയി. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒക്കെ നമുക്ക് കാണാം.